എറണാകുളത്ത് ഇന്നലെ MDMA-യുമായി പിടിയിലായ റെയിൽവേ TT അഖിൽ ജോസഫിനെതിരെ ലഭിച്ചത് നിരവധി പരാതികൾ. യോദ്ധാവ് എന്ന പോലീസ് പോർട്ടലിലാണ് പരാതികൾ ലഭിച്ചത്. റെയിൽവേ മേഖലയിൽ അഖിലിന് ലഹരി ശൃംഖല ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഈ പലപ്പോഴും വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ള രീതിയിലാണ് ഈ റെയിൽവേയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരാണ് കണ്ടുപിടിച്ച് അറിയിക്കേണ്ടതൊക്കെ തന്നെ. അവർ തന്നെ ഇത്തരം വലിയ ഗുരുതരമായ ലഹരി കേസുകളിൽ പെടുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ പറയുന്നത്. 10 വർഷമായി റെയിൽവേ TT ജോലി നോക്കുകയാണ് അഖിലിനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഡാൻസ് സ്റ്റാഫ് സംഘം ബോൾഗാട്ടിയിൽ നിന്ന് പിടിച്ചത്. ഇയാളുടെ പക്കൽ നിന്ന് 3 ഗ്രാം MDMA-യും 3.7 ഗ്രാം ഇയാളുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിരുന്നു. പോലീസിന്റെ യോദ്ധാവ് എന്ന പോർട്ടൽ വഴിയാണ് പരാതികൾ ലഭിച്ചത്. ആ പരാതിക്ക് പിന്നാലെയാണ് ഇയാളെ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയത്. നേരത്തെ പക്ഷെ അന്ന് ഇയാളുടെ പക്കൽ നിന്ന് ലഹരിയൊന്നും ലഭിച്ചിരുന്നില്ല. പോലീസ് തന്നെ ഇയാളോട് പറഞ്ഞിരുന്നു ഇത്തരം കേസുകളിൽ ഉൾപ്പെടരുന്നത്. പക്ഷേ പിന്നീട് രേഖ പരിശോധന നടത്തിയപ്പോഴാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. അഖില് കോയമ്പത്തൂർ എറണാകുളം റൂട്ടിലാണ് അടക്കം കൊണ്ടുവരുന്ന ലഹരി ട്രെയിൻ മാർഗം കടത്തിയിട്ടുണ്ടെന്ന സംശയം പോലീസിന് ഉണ്ട്. ഈ ഉപയോഗം മാത്രമല്ല, വിൽപ്പനയും ഉണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. ഒപ്പം ഈ റെയിൽവേ മേഖല കേന്ദ്രീകരിച്ച് അഖിലിനൊരു ശൃംഖല, ഈ ലഹരി ശൃംഖല ഉള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ചു.